പട്ടും വളയും വാങ്ങിച്ചോ? പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പട്ടും വളയും കിട്ടിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ അത് അറിയോ? ആ കഥ അറിയോ? അറിയില്ലേ അത്? അത് പറയാം. വൈശാലിയിലെ രാമപാദന്റെ ക്ലൈമാക്സ് സീനിലെ സംഭവം. അല്ല, ആ റോള് തന്നെ പട്ടും വളയല്ല. ഇത് അതിനപ്പുറമുള്ളൊരു പട്ടും വളയുണ്ട്. അല്ല, റോള് കിരീടമാണ്, പൊൻകിരീടം. മറ്റത് പട്ടും വളയും. പട്ടും വളയും വരും. വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമുക്ക് വന്നു ചേരുക. അത് തന്നെയല്ല പുള്ളിയുടെ മനസ്സിലുള്ള ഫ്രെയിമിന്റെ കാര്യം പറയുമ്പോഴാണ് ടോണുകൾ. ഇന്നൊക്കെയല്ല നമ്മൾ പല ടോണുകളും പിടിക്കുന്നത്. ഇത് അന്ന് പുള്ളി മധുവേട്ടനോട് പറഞ്ഞു, മധു എനിക്ക് 3 ടോൺ വേണം പടത്തിൽ. അത് ഒന്ന് വരൾച്ചയുടെ ടോൺ, ഒരു യെല്ലോ ടോൺ വേണം, പിന്നെ തേക്കടിയിലെ ആ പച്ച ഒരു ഗ്രീൻ വേണം, പിന്നെ അവസാനം മഴയുടെ ഒരു ടോൺ, അത് ബ്ലൂ വേണം. മധു നമുക്ക് ചെയ്യാം. ആ ഒരു ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സമയം കേട്ടോ. അതെ അതെ അതെ, ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഷൂട്ട് ചെയ്യുമ്പോഴേ പിടിച്ചോണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇത് പറ. പട്ടും വളയും പറ. പട്ടുമ്പളയും അതെ ഈ സംഭവം പറയാം. അപ്പോൾ ഒരു 20 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു ആ കൊട്ടാരത്തിൻ്റെ സംഭവങ്ങൾ മുഴുവൻ. 20 days അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ 20 days ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വേഷമൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ഭരതേട്ടൻ എന്നോട് പറയും, അത് നീ ആരും പറയുന്നത് കേട്ടോ, നീ അങ്ങോട്ട് ചെയ്യേ, 2-3 പ്രാവശ്യം നടന്ന് കാണിക്കാനൊക്കെ പറയും. അതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം MT ഒന്നും മിണ്ടുന്നില്ല, MT സാർ ഒന്നും മിണ്ടുന്നില്ല. ഈ പുള്ളിയെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ എഴുത്തുകാരൻ ഇങ്ങനെ നിൽക്കും, പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ മീശ ഇങ്ങനെ നോക്കും. ഈ നോട്ടം കാണുമ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസ് പോകും. അപ്പോൾ ഈ ഓരോ സീൻ എടുക്കുമ്പോഴും MT സാർ ഈ ക്യാമറയുടെ പുറകെ വന്നിരിക്കും. അപ്പം ഞാൻ എൻ്റെ പൊന്നെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞു വിടെ, എനിക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാമല്ലോ. പുള്ളി അവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ 20ാമത്തെ ദിവസം 20 days ഒരു ഗുഡ് മോർണിംഗോ ഒരു ചിരിയോ ഒന്നും എൻ്റെ ഇതിലില്ല. നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മളൊരു പുതിയ ഒരാൾ വന്നു. അതെ, അടുക്കുന്നില്ല നമ്മൾ. അതെ, 20ാമത്തെ ദിവസം നമ്മൾ ക്ലൈമാക്സ് എടുക്കുകയാണ്. അപ്പം മഴ പെയ്തു. അപ്പം ഈ ആർട്ടിഫിഷ്യൽ മഴയുടെ കൂട്ടത്തിൽ ഒറിജിനൽ മഴയും കൂടെ പെയ്തു. അപ്പോഴത്തേന് വൈകിട്ട് ഒരു 6 മണിയായി, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ആ ഷോട്ടിൽ എടുത്ത് അന്ന് ഷൂട്ടിങ് കഴിയാണ്. മൈസൂർ. ഒറിജിനൽ മഴ പെയ്യാന്ന് പറഞ്ഞ ഈ യാഗത്തിന്റെ നമ്മളൊരു സോമയാഗം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള കൂട്ടുകളും ചേർത്തുകൊണ്ടാണ് അവിടെ യാഗം നടത്തി. ഒറിജിനൽ യാഗാണ് അത്. ശരിക്കും അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആ ഡിവൈൻ പവർ. അല്ലേ തന്നെ മൈസൂരൊക്കെ തണുപ്പാട്ടോ. ഇത് വിത്തൗട്ട് ഷർട്ടാ നിൽക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ഡയലോഗ് വന്നു 6 മണിയായി. കാരണം അന്ന് ഷൂട്ടിങ് തീർക്കണം, പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ഇല്ല, എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് തീരുമെന്നാണ് എല്ലാവരുടെയും ഉദാഹരണം. അപ്പോൾ അവസാനത്തെ ഡയലോഗ് ഈ രാജ്യവും രാജകുമാരി എല്ലാം ഋഷിശൃംഖല സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് ഇങ്ങനെ നെടുനീളം കൊണ്ട് പറയണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുനിയാൻ പാടില്ല, വളയാൻ പാടില്ല, ഇങ്ങനെ നോണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ തണുപ്പ് കാരണം കൊണ്ട് ഈ രാജ്യത്തെയും 5 ടേക്കായി 6 ടേക്കായി ലൈറ്റ് പോകുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് എല്ലാവർക്കും ടെൻഷനായി. അപ്പോഴത്തേന് ഞാൻ പിന്നെ ഒരു അന്നേരം ബ്രദറും പറഞ്ഞാടാ നീ ഒരു 1 minute ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേന് പുറയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് MT സാർ പുറയുക. ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്നാൾ ഇവിടെ വന്നോ, ഇതെങ്ങനെ എത്തി പുറയുക. അപ്പം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാനിങ്ങനെ കൈ കിടക്കിടന്ന് നോക്കിയാൽ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റം ഇരിക്കുക. എന്നിട്ട് അടുത്ത ആക്ഷൻ. അപ്പോഴും ഡയലോഗ് ഇല്ല. അതായത് റമ്മ് കൊടുത്തിട്ട് ഞാനിപ്പോ ആരെ പിടിച്ച ഊര് കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക. അന്നേരം മേടിച്ചു കംപ്ലീറ്റ് ആൾക്കാർ നിൽക്കല്ലേ. അതായത് രാജ്യത്തിനും രാജാവിനും വെള്ളം കിട്ടി അന്നത്തെ. രാജാവ് അത്രയും ദിവസം വെള്ളം അടിക്കാതിരിക്കുകയായിരുന്നു. ഫയർ എഞ്ചിന് വെള്ളടി, രാജാവ് വെള്ളടി, ഒറിജിനൽ വെള്ളമടി. അതന്നെ പറഞ്ഞത്, മറ്റേ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതെ, അപ്പൊ അടിച്ച് കറക്റ്റായിട്ട് ഡയലോഗും പറഞ്ഞു. അപ്പൊ ഓരോരുത്തരുടെ സമയോചിതമായ ഇടപെട്ട ഡയലോഗ് എന്ന് പറഞ്ഞേ ഞാനിപ്പോ ഓർക്കുന്നില്ല ഫുള്ള്. അതിൽ റമ്മ് കൊടുക്കുവാണേലും MT സാറ് റമ്മ് കൊടുത്ത് പറയിച്ച ഡയലോഗ് ചേരായിട്ടും വെറുതെ ലോകത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആ കൈകളിൽ നിന്ന്.